ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു കേപ്പ് ഗൗണിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നോർമൽ ഗൗണിൻ്റെ മുകളിലേക്ക് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്ന രൂപത്തിലാണ് കേട്ടോ ഈ ഒരു കേപ്പ് ഡിസൈൻ വരുന്നത്. പ്ലെയിൻ ആയിട്ട് നമ്മൾ ഗൗണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല വർക്കിൽ വരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കേപ്പ് ചെയ്തെടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് തന്നെ പല ടൈപ്പിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഫ്രണ്ടിൽ ഓപ്പൺ വരുന്നതും ചെയ്തെടുക്കാം, ഓപ്പൺ ഇല്ലാതെയും ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഓപ്പൺ വരുന്ന രൂപത്തിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ വർക്ക് വരുന്നൊരു മെറ്റീരിയൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസിൽ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് എത്രയാണ് വേണ്ടത് നോക്കാം. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും സെയിം ലെങ്ത്തിലാണ് വരേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ യോക്കിൻ്റെ ആ ഒരു ലെങ്ത്തിലാണ് കേട്ടോ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 15 ഇഞ്ചസാണ് ആ ഒരു ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 15 ഇഞ്ചസ് ആകുമ്പോൾ 30 ഇഞ്ചസാണ് വരേണ്ടത്. അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി എടുത്തിട്ട് നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുക്കുക. വിടുത്തായിട്ടും നമുക്കതുപോലെ സെയിം ലെങ്ത് ആയിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ വിടുത്തും 30 ഇഞ്ചസാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിത് നല്ല റൗണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഫോൾഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊന്നും കൂടി ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് 4 ഫോൾഡായിട്ട് ഇപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്താകൃതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അംബർല കട്ടിന് എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ യോക്ക് ലെങ്ത്തിന് വേണ്ടിയിട്ട് ടോട്ടൽ ലെങ്ത്തായിട്ട് 15 ഇഞ്ചസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 15 ഇഞ്ചും അതിലേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒരു 16 ഇഞ്ചസാണ് ചെയ്തെടുക്കേണ്ടത്. ഇത് വലിയവരുടെ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിൽ ഒരു 11-12 ഇഞ്ചസൊക്കെ മതിയാവും. അപ്പോൾ ഇത് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഈ ഒരു ഭാഗം മൊത്തം ഈ ഒരു 16 ഇഞ്ചസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പം നമുക്ക് നല്ല വൃത്താകൃതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ഇതിനെ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതാ നല്ല റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സെയിം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഷേപ്പിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നെക്കിന് വേണ്ടിയിട്ട് ഈ ഒരു കോർണറിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വിടുത്തായിട്ട് 3 ഇഞ്ചും ഡെപ്തായിട്ട് ഒരു 4.5 ഇഞ്ചസുമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിലും ഫ്രണ്ടിലും സെയിം ലെങ്ത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതാ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യാതെ ഇതുപോലെ നമുക്ക് ഒരു മോഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഓപ്പണൊന്നും വരുന്നില്ല, നമുക്ക് അതുപോലെ അങ്ങ് വേറെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു മോഡലിലും ചെയ്തെടുക്കാം. അപ്പോൾ അതുപോലെയാണ് ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തേക്ക്. ഇപ്പോൾ ഇതാ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു മോഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ വരുന്ന കേപ്പ് ഡിസൈനും ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ബാക്കിൽ വരുന്നതും ഉണ്ട് കേട്ടോ. ബാക്കിൽ ഈ ഒരു ഓപ്പൺ വന്നിട്ട് ഫ്രണ്ടിൽ ഓപ്പൺ ഇല്ലാതെ അത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് തിരിച്ചിട്ടാൽ അതുപോലെ ആവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് തയ്ച്ചു കൊടുക്കാനുണ്ട്. അതുപോലെ നെക്കിൽ നമുക്ക് കോളറാണെങ്കിൽ കോളർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം കേട്ടോ എക്സ്ട്രാ പീസ് വെച്ചിട്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കോർണർ, ഇത് നമുക്ക് ലൈനായിട്ട് അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു എഡ്ജ് ഒരു ചെറിയൊരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയും ചെയ്യുന്ന മോഡലുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു എഡ്ജ് ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു 2 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഒരു 2 ഇഞ്ച് നമുക്ക് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗം ചെറിയൊരു കർവായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആ വരച്ച് കൊടുത്ത ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കർവായിട്ടാണ് ആ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പാറ്റേണിലാണ് വേണ്ടത് വെച്ചാൽ ഇതുപോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ
ആ ഒരു കോർണറുള്ള ഭാഗം ലൈനായിട്ട് അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. ഇനി അതല്ല, ഇതിൻ്റെ എഡ്ജിൽ നമുക്ക് സ്കാലോപ്പ് വർക്കായിട്ട് അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മോഡലിലാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ ഒരു ഭാഗം പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഇട്ടിട്ട് കാണുമ്പോൾ ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ ഒരു പാറ്റേൺ ഇതുപോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാതെ റൗണ്ടിലായിട്ടും ചെയ്യാം. അതുപോലെ ഈ ഓപ്പൺ വരുന്ന ബാഗ് ഉണ്ടല്ലോ, അത് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് ഭാഗം നമുക്ക് കോളർ നെക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു പീസ് എടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് നമുക്കൊരു ഹുക്കോ അല്ലെങ്കിൽ ഒരു വള്ളി പോലെ നമുക്ക് 2 സ്ട്രൈപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഭാഗം കെട്ടുന്ന രൂപത്തിലും അങ്ങനെയും ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഹുക്കായിട്ടും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.